بسم الله الرحمن الرحيم وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزق والعاقبة للتقوى. ഈ ആയത്ത് നിങ്ങളെല്ലാവരും പഠിച്ചോ. നാളെ മുതൽ ഓതാനുള്ളതാണ്. മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ള ഓരോ ഉപ്പയും ഉമ്മയും ഈ ആയത്ത് പഠിച്ചോ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ് പരിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വഅമുറഹിലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസം ജുമാഅകടിന് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ നീ എല്ലാ വെള്ളിയാഴ്ചയും ഒരു കാഴ്ച കാണുന്നവനാട്. പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അള്ളാന്റെ പള്ളിയുടെ മുന്നിലിരുന്നിട്ട് മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം വാങ്ങാ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുന്നിലിരുന്നിട്ട് പിരിവെടുക്കുന്നവരാ കാണുന്നവരാ. നിന്റെ വീട്ടില് പടച്ചവനെ ഈ റമളാൻ മാസത്തില് എത്രയോ പേര് നിന്റെ വീടിന്റെ മുന്നിൽ പിരിവിന് വരുന്നത് കണ്ടവനാ. എങ്കിൽ അല്ലാഹു പറയുകയാ, നിനക്കങ്ങനെ ഒരു ഗതി അല്ലാഹു വരുത്തൂല. നിനക്കല്ല അങ്ങനെ ഒരു ഗതി വരുത്തൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തികെട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, 5 നേരം നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാ ലാ നസ്അലുക റിസ്ക, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട, നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട. നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകും.